വയനാട്ടിലെ ആ ഭീകര രാത്രി ഒരുപക്ഷെ ഒരുപാട് അതിജീവനങ്ങൾക്കും സാക്ഷിയായി. അതിൽ ഏറ്റവും കൂടുതൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയ അതിജീവനത്തിന്റെ കഥയാണ് രാധികയുടേത്. പൂർണ്ണ ഗർഭിണിയായ രാധിക ഉറക്കത്തിലേക്ക് വഴുതി മാറിയപ്പോഴേക്കുമാണ് വീട്ടിന് ചുറ്റും വെള്ളം നിറഞ്ഞിരിക്കുന്ന കാര്യം അറിയുന്നത്. ഉടനെ തന്നെ എല്ലാവരും ചേർന്ന് അവർ വെള്ളത്തിലേക്ക് ഇറങ്ങുകയും അവിടെ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെടുകയും ചെയ്തു. പക്ഷെ ആ സമയത്ത് ദിവസങ്ങൾ മാത്രമേ ഡോക്ടർ പറഞ്ഞ ഡേറ്റിനായി അവർക്ക് കാത്തിരിക്കേണ്ടിയിരുന്നുള്ളൂ പ്രസവിക്കാൻ വേണ്ടി. അങ്ങനെയുള്ള ആ സാഹചര്യത്തിൽ പോലും പൂർണ്ണ ഗർഭിണിയായ രാധിക തൻ്റെ ധൈര്യം ചോർന്നൊരിക്കാതെ അവിടെ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടുന്നു. പിന്നീട് ഹോസ്പിറ്റലിലെത്തുന്നു. ദിവസങ്ങൾക്കകം തന്നെ അവർ പ്രസവിക്കുന്നു. ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് അമ്മയുടെ വീട്ടിലേക്ക് വന്ന ആ രാത്രി സംഭവിച്ചത് ഒരുപക്ഷെ ഇനി ചൂരൽമല എന്ന പേര് കേൾക്കുമ്പോൾ വരെ അവരെ ഭയപ്പെടുത്തിയേക്കാം. എന്തു തന്നെയായാലും ഒരുപാട് മരണങ്ങൾക്ക് മുമ്പിൽ തകർന്നു നിൽക്കുമ്പോഴും ഇതുപോലുള്ള ഗർഭിണികൾ മരണപ്പെട്ടതിൻ്റെ വിവരമറിഞ്ഞ് നമ്മൾ വിഷമിച്ച് നിൽക്കുമ്പോഴും ഇതുപോലുള്ള സന്തോഷകരമായ ന്യൂസുകളും ഒരുപാട് ആനന്ദം കണ്ടെത്താൻ സാധിക്കുന്നു. ഉറ്റവരെയും ഉടയവരെയും കൂട്ടുകാരെയും അയൽവാസികളെയും എല്ലാവരെയും നഷ്ടപ്പെട്ടിട്ടും തനിക്ക് പ്രതീക്ഷയായി തൻ്റെ കുഞ്ഞ് പിറന്നതിൻ്റെ സന്തോഷം കൂടി അവരുടെ മുഖത്ത് തന്നെ പ്രകടമാണ്. വയറ് ഭയങ്കര വലിയ വയറൊക്കെ ആയിരുന്നു. എന്നാലും എങ്ങനെങ്കിലൊക്കെ അങ്ങോട്ട് ഒരുപാട് പേര് മരിച്ചു. പിന്നെ ഞാനാണെങ്കിൽ ഒരു കുട്ടിക്ക് കൊടുത്തു. നഷ്ടങ്ങളെ ഒക്കെയും ഭയപ്പാടിനെ ഒക്കെയും മറികടന്ന് പുതിയ പ്രതീക്ഷയോടെ പുതിയൊരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ ഇവരെ കൊണ്ട് സാധിക്കട്ടെ. അമ്മയുടെ അതിജീവനം കാരണം രക്ഷപ്പെട്ട 2 ജീവനുകൾക്ക് ഇനിയും ഒരുപാട് കാലം ഈ ഭൂമിയിൽ സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കട്ടെ.